കിടന്ന് ഉറങ്ങണം. ഇതന്നെ ഇപ്പൊ ഒറ്റൊരവസരം. ഇവിടെ നിന്ന് കണ്ടത് തുറന്നാലേ ചിലപ്പോ വിഷ്ണു ഒച്ചയിട്ട് കിടന്ന് നീച്ചരും. നല്ല അപ്പുറത്തേക്ക് പോവാം. ഈ നിലാവത്തിന് അത് കുത്തരം തിന്നാനേ എന്തൊരു ടേസ്റ്റാ. അല്ല, എന്റെ ലഡുക്കാര തിന്നത് ആരിന്റെ പെട്ടിക്കുള്ളിൽ ആരും കാണാതെ എടുത്തുവെച്ചതിനല്ലോ. പിന്നെ എങ്ങനെ അത് പോയത്? പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ ലഡു അത് ആരെ കട്ട് തിന്നൂന്നാവും. എന്താ ഈ പാതിരാത്രിക്ക് കിടന്ന് കാറുന്നേ? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതിനിടെ കിടന്ന് ഓടുന്നേ? നിന്നെ വല്ല പട്ടി ഓടിച്ചോ? ഇല്ലടാ, എന്റെ ലഡു. ലഡുവോ? നിനക്ക് എവിടെന്നാ അതിന് ലഡു കിട്ടിയേ? അത് പിന്നെ ഞാൻ ക്യാമ്പിന് പോരുമ്പോ എന്റെ ഉമ്മച്ചി തന്നതേനി. എടാ കള്ളാ, എന്നാലും നീ ഞങ്ങൾക്ക് തരാതെ തിന്നല്ലോ, ദുഷ്ടാ. ഞാന് കുറച്ച് ലഡു ഉള്ളേനി, പിന്നെ എങ്ങനെ നിങ്ങക്ക് തരാ? എത്ര ഉണ്ടേനി? അത് 20 ലഡു ഉള്ളേനി. അതിന് ഓരോ നിങ്ങൾക്ക് തന്നാ പിന്നെ ഇച്ചുണ്ടാവൂലല്ലോ. എന്റെ റബ്ബേ, എന്റെ സ്വർണ്ണക്കട്ട പോലെ ഞാൻ കൊണ്ടു നടന്ന എന്റെ ലഡു അതിന് അത് കൊടുത്ത് തിന്നതിന് വയറിളക്കം പിടിച്ചട്ടെ. എന്നാലും ഞാൻ എന്റെ പെട്ടിയിലിട്ട് കൂട്ടി ലഡു തിന്നാനും മാത്രം ധൈര്യമുള്ള ഒരു ആരെവിടാ? പിങ്കിനാണ് എനിക്ക് സംശയം. ഓളന്നേക്കാരം. പൊന്നാബു, നീ ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ രാവിലെ ആവട്ടെ, എന്നിട്ട് നോക്കാം. നാലും എന്റെ ലഡു ഒറ്റ ഒന്നുമില്ലാതെ തിന്ന് തീർത്തില്ലേ? മുണ്ടാതെ കിടന്നുറങ്ങിട്ടാ മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. നിനക്ക് ദിവസം തന്നെ പരിപാടി. തൽക്കാലം നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ ആവട്ടെ. ഏതായാലും ഇത് തിന്നോനെ ഞാൻ നാളെ കണ്ടുപിടിച്ചു. നീ എന്താ ഇനി ഇവിടെ കിടന്ന് മോങ്ങുന്നേ? ഇനി ഈ പാത്രം പിടിച്ചിരിക്കാണോ രാവിലെ ആവോളൂ? ആ പിന്നെ കിടക്കാല്ലേ? ആ കിടക്ക്. എന്റെ കണ്ണ്, എടാ എന്റെ കണ്ണീന്ന് വിടടാ. എന്താടാ വട്ടാണോ? ഇവന് കഴിഞ്ഞ ജന്മത്തിൽ ലഡു തൊണ്ടയിൽ കുടുങ്ങി മരിച്ച ഏതോ പ്രേതബാധ കൂടിയതാണെന്നാ തോന്നുന്നേ. അത് പിന്നെ ഞാൻ ഉണ്ടമായി നിൽക്കുന്നുണ്ട് ലഡു ആണ് കരുതി. ഓ പിന്നെ ലഡു ആണെന്ന് കരുതി നീ എന്റെ വേറെ സാധനങ്ങളൊന്നും പറിക്കാഞ്ഞത് ഭാഗ്യം. കൂടെ കിടക്കുന്നതിനേക്കാളും നല്ലതേ ആ തറയിൽ പോയി കിടന്ന് ഉറങ്ങുന്നതാ. എങ്കിപ്പോ രാവിലെ ആവുമ്പോഴേക്ക് എന്റെ പല സാധനങ്ങളും മിസ്സാവും. വിഷ്ണു, ഞാൻ എന്നൊന്നും ചെയ്യൂല, ഉറങ്ങിക്കോ. വാനേ, എന്നെ നീ കാക്കണേ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നിനക്ക് ചായ ഒന്നും വേണ്ടേ? പക്ഷെ നിന്നെ ഇന്ന് ചായക്കൊന്നും കാണാനിട്ട് തിരക്കുന്നുണ്ട്. നീ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും മാണ്ടങ്ങളോ ഉണക്ക ചായ. എന്റെ ലഡു കട്ട കള്ളനെ കണ്ടുപിടിച്ചാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കൂസലും ഇല്ലല്ലോ. അല്ലേ നിങ്ങൾക്ക് എന്തൊരു ചങ്ങായിമാരാ? നിങ്ങൾക്കൊന്നും എന്നോടൊരു സ്നേഹം പോലും ഇല്ല. നീ അങ്ങനെ പറയല്ലടാ അബു, നമുക്ക് തീരുമാനം ഉണ്ടാക്കാന്നേ. എന്നാൽ ഈ വീരശൂര പരാക്രമിയായിട്ടുള്ള അന്റെ ലഡു കെട്ടെടുക്കാനേ ആർക്കവിടെ അത്ര ധൈര്യം? ആമിന, വല്ലാതെ കളിയൊക്കെ ഒന്നും വേണ്ട. അബു നീ വിഷമിക്കണ്ട, നമുക്ക് കള്ളനെ കണ്ടുപിടിക്കാം. ഈ ഡിറ്റക്റ്റീവ് ചിഞ്ചി ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? ഓ പിന്നെ ഒരു ഡിറ്റക്റ്റീവ്, എല്ലാത്തിനും എന്റെ ബുദ്ധി വേണേനും എന്നിട്ട് ഡിറ്റക്റ്റീവ് പേര് നിനക്കും. ഒന്ന് പോടാ, ഇതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. എന്നാ പിന്നെ ഇന്നത്തെ പരിപാടി മിഷൻ ലഡു. ഇപ്പോഴെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ, സന്തോഷം. അല്ല ചിഞ്ചു, നമ്മുടെ ഡിറ്റക്റ്റീവ് ഗ്യാങ്ങിന് ഒരു ലീഡർ വേണ്ടേ? എന്റെ ഒരു ഫ്രണ്ടിലായിരുന്നോ അനന്യ? അത് വിഷ്ണു പറഞ്ഞത് ശരിയാ, അവളെ ചേർക്കാം ഈ ടീമിന്റെ ലീഡറായിട്ട്. അവൾ അടിപൊളിയാ. അവളെപ്പോൾ ഒറ്റയ്ക്ക് സാധിച്ചോ? അവരുടെ ടീം മെമ്പേഴ്സ് ഉണ്ടോ? അല്ല, അവൾ ഒറ്റയ്ക്കല്ല, അവരുടെ ഗ്യാങ്ങിൽ ഒരുപാട് പേരുണ്ട്. ഇമ്രാൻ, സന, ദിയ, ദുവ, ഇഷൽ, അയ്മൽ, സന ഇവരൊക്കെ അവരുടെ ഗ്രൂപ്പിലുള്ളതാ. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ അബുവിന്റെ ലഡു കണ്ടുപിടിക്കാൻ റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടിക്കോ കേട്ടോ. എല്ലാവരും കൂടി നമ്മുടെ കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ലഡു ഒന്ന് കണ്ടുപിടിക്കും. ഇവരൊക്കെ നല്ല സ്ട്രോങ് ടീമാ. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളെയും എന്റെ ടീമിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ നിങ്ങളുടെ പേര് എഴുതിക്കോളൂ കേട്ടോ, മറക്കല്ലേ. എന്നാ നമ്മളെ പരിപാടി തുടങ്ങിയാലോ? ഓക്കെ, അടുത്തതായിട്ട് ഓരോ ഭാഗത്തേക്ക് പോകാം. അബു, അനന്യയും ഇമ്രാനും ഒരു ഭാഗത്തോട്ട് പോയിക്കോട്ടെ. ഞാനും സനയും ദിയയും കൂടി പുറത്ത് നോക്കാം. ദുവയും ഇഷലും എന്റെ കൂടെ കൂടിക്കോട്ടെ. അയ്മലും സനയും എന്റെ കൂടെ പോന്നോട്ടെ. എന്നാ എല്ലാവരും വേഗം ഡ്യൂട്ടി തുടങ്ങിക്കോ. എന്തായാലും നമ്മളുടെ പരിപാടി തുടങ്ങാം. എന്താ ഈ ഉറുമ്പാള എങ്ങോട്ടാ പോണത്? ഇന്ദു മിസ്സിന്റെ റൂമിലേക്കാണല്ലേ ഈ ഉറുമ്പാളെല്ലാം കൂടി വരി വെച്ച് പോണത്. എന്റെ ഈ ഡിറ്റക്റ്റീവ് ലെൻസിന്റെ മുന്നിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഈ എറുമ്പാളെല്ലാം കൂടി എങ്ങോട്ടാ പോണത് എന്ന് ഈ ലെൻസ് വെച്ച് നോക്കണം. എന്റെ പിറകെ വരൂ. സിന്ധു മിസ്സിന്റെ റൂമിലോട്ട് തന്നെയാണല്ലോ പോകുന്നത്. ഇത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പത്ത് മറിമായം, ഇനി ടീച്ചറെങ്ങാനും ആണോ എന്റെ ലഡു എടുത്ത്? ഏയ്, അങ്ങനെ ചെയ്യൂ? ചിലപ്പോ പറയാൻ പറ്റില്ല. കൊതി മൂത്തിട്ട് കട്ട് തിന്നതാവും. എന്തായാലും ഞാൻ ആ ലഡു ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും. നിങ്ങളെന്റെ ലഡു കട്ടെടുത്തതാണ് തിന്നേരില്ലേ? എന്നാൽ നിങ്ങൾക്കൊന്ന് ചോദിച്ചെങ്കിൽ ഞാനൊരു കഷ്ണമെങ്കിലും തന്നീന്. ഈ ചടങ്ങൾ ചെയ്ത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലേനി. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറല്ലേ ടീച്ചറെ? എന്താടാ അബു ഓരോ പിച്ചും പേയും പറയുന്നേ? എന്താ കാര്യം പറ. പൊന്നുപോലെ എന്റെ പെട്ടിയിലിട്ട് കൂട്ടി ലഡുവിന് ഇത് അതല്ല നിങ്ങൾക്ക് ഈ കുട്ടികൾ തിന്നുന്നത്? ഒന്നും അറിയാത്ത മാതിരി. ഇത് ശരി, അതാണോ കാര്യം? ആർക്ക് വേണം നിന്റെ ലഡു? ഞാനേ കുറച്ച് ദിവസമായിട്ട് ഷുഗർ കട്ടാ. കൊതി മൂത്തപ്പോ ഒരു ആപ്പിൾ ഒരെണ്ണം എടുത്ത് കഴിച്ചതാ. പോടാ അവിടുന്ന്. അല്ലെങ്കിൽ ഈ മധുരമുള്ള ലഡു ആർക്ക് വേണം? നീ ഒന്ന് പോയേ, അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേർക്ക് മൊത്തം വേണ്ടി വരും. എന്റെ കയ്യിലാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നിങ്ങളല്ലേ എടുത്തത്? പൊന്നു മോനെ, ഞാൻ എന്തിനാ നിന്റെ ലഡു എടുക്കുന്നേ? എനിക്കൊന്നും വേണ്ട. നിങ്ങൾ ആപ്പിൾ തിന്നോളി, ആരോഗ്യത്തിനെ വളരെ നല്ലതാ. ആ ശരി, നീ പൊക്കോ. അതും മൂഞ്ചി. പിന്നെ ആരാ അത് കട്ട് തിന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല, ഞാൻ സിന്ധു ടീച്ചറാണ് കരുതിയിട്ട് ടീച്ചറെ റൂമിലെത്തി. പക്ഷെ ടീച്ചറും അല്ല.
ഓ, സിന്ധു ടീച്ചറുടെ റൂമിൽ പോയിട്ട് നിനക്ക് തല്ല് കിട്ടാഞ്ഞത് ഭാഗ്യം. ആരെടുത്തത്? ഈ മത്തായി മാഷം നല്ലേക്കൂലേ? ഇനി ഇതും ചോദിച്ചിട്ട് അങ്ങനെ റൂമിലോട്ട് അങ്ങ് ചെല്ല്, നിന്നെ അവിടെ ഇട്ട് പൊരിക്കും. തൽക്കാലം അത് വേണ്ട. ഇനി പിങ്കി എങ്ങാനും. പിങ്കിനെ തന്നെ എനിക്കും സംശയം. അവള് നമ്മളോട് പ്രതികാരം ചെയ്യാൻ നടക്കുക, എനിക്കറിയാം. എന്നാലിപ്പോ ലഡു കെട്ടി തിന്നിട്ട് എന്ത് പ്രതികാരം ചെയ്യാനാ? അത് ദൈവം പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവൾ അതുകൊണ്ട് ഇനി വല്ല കെണിയും ഉണ്ടാക്കുന്നുണ്ടോ ആവോ? ഏതായാലും ആയി, ഇനി നമുക്ക് ആ വഴി കൂടി ഒന്ന് അന്വേഷിക്കാം. ഇപ്പൊ ഇനി അവള് തന്നെയാണെങ്കിലോ, നമുക്ക് പിങ്കിയുടെ റൂമിലോട്ട് മെല്ലെ പോയി നോക്കാം. എല്ലാരും കൂടെ പോയാലേ അവൾക്ക് സംശയാവും. അബുവും ഞാനും പോയിക്കോളാം. നിങ്ങൾ എല്ലാരും ഇവിടെ നിന്നോ. അബു അവളെവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കരിമിഴിയുള്ള കള്ളവാണിക്ക കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് ഓടിക്ക് ചിരിക്കല്ല പെണ്ണ കല്യാണി നിന്റെ. ഓളെ കൈതരാകത അവിടുന്ന് കേൾക്കണേ. ഓൾ അവിടെ ഉണ്ട്. എന്റെ കണ്ണിലേറും കണ്ട എടി എന്താടാ നിക്കാരാ എന്റെ റൂമിൽ കയറാൻ പെർമിഷൻ തന്നെ? ശരി, ഇന്റെ റൂമിൽ കയറിക്കാണ്ട് ഇന്റെ ലഡു കെട്ട് തിന്നാൻ അനക്കാര അനുവാദം തന്നത്? നിന്റെ ലഡു കെട്ട് തിന്നേ? എനിക്കെന്തിനാണ് നിന്റെ ഉണക്ക ലഡു? നീ തന്നെ എടുത്ത് തിന്നതാകും. ലഡു കട്ട് തിന്നതാണ്ടേ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ നിന്നാണ് പല്ല് തേക്കേണ്ടത്. മര്യാദക്കിന്റെ ലഡു തിരിച്ചു തന്നോ? പിന്നെ നിങ്ങളെ പോലുള്ള കൺട്രി പീപ്പിൾസിന്റെ ലഡു എന്തിനാ എനിക്ക്? എന്റെ മമ്മി തന്നെ എനിക്ക് ധാരാളം പലഹാരങ്ങൾ തന്നിട്ടുണ്ട്. മര്യാദക്കിന്റെ റൂമിൽ നിന്ന് പൊക്കോ. റൂം ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ? പിന്നെ ഒളിപ്പിച്ച് വെക്കാൻ ഇത് വല്ല സ്വർണ്ണമാണല്ലോ. ഒന്ന് പോടി. ഇവിടെ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലേ? മാറി നിൽക്കാനട്ടെ. അധികം നിന്ന് ചിലക്കാൻ നിൽക്കണ്ട. ഞാനേ മത്തായി സാറിനെ വിളിക്കും. അങ്ങനെ പറയരുത്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കാണ്ട് പോയിക്കോളാന്നേ. എന്റെ റൂമിൽ തപ്പാൻ പറ്റില്ലാന്നല്ലേ പറഞ്ഞേ? സാറിനെ വിളിക്കണം അതോ നിങ്ങൾ പോകുന്നുണ്ടോ? എന്നാ പിന്നെ ഇവിടുന്ന് പോവാല്ലേ ചിഞ്ചോ? അതാ രണ്ടാളും തടിക്ക് നല്ലത്. വേഗം വിട്ടോ. രണ്ടും കൂടെ വന്നേക്കുന്നത് കണ്ടില്ലേ ലഡു ചോദിച്ചിട്ട്. എന്നാലും ഇന്റെ ലഡു എവിടെയാണെന്നാവോ? തൽക്കാലം ഇപ്പൊ നമുക്കേ ഈ മിഷൻ ഇവിടെ വെച്ച് നിർത്തുക നല്ലത്. ഇതിപ്പോ തന്നെ ഒന്നും കിട്ടും തോന്നുന്നില്ല. ഓടി ഓടി തളർന്ന്. നിനക്ക് ലഡു വേണേ ഞാൻ വാങ്ങിത്തരാം. ഇത് വാങ്ങിത്തരോ? എന്നപ്പോ തന്നെ വാങ്ങിക്കോട്ടെ. എന്റെ ദൈവമേ, ഞാനൊരു തമാശ പറഞ്ഞതാ. ആരെങ്കിലും ഇവന്റെ ലഡു എടുത്ത് തിന്നോ? എനിക്ക് പിന്നെ അത് ആലോചിച്ചിട്ടാ ചിരി വരുന്നേ. പോടാ, നീ എന്താ നിന്ന് കിളിക്കുന്നേ? അനക്ക് ലഡു തരാഞ്ഞിട്ടല്ലേ ഇത് ചിരിക്കണത്? എന്നോടൊന്നും പഠിച്ചോൻ പൊറുക്കൂലടാ. ആ ലഡു തിന്നോന് വയറല്ലെങ്കിൽ ചാവും, ഉറപ്പാ. അങ്ങനെയൊന്നും പറയല്ലേ, ഏതെങ്കിലും കുട്ടികളെടുത്ത് തിന്നതാവും. ഞാൻ ഇനിയും പറയാൻ. അയ്യേ, ഇതെന്താ നിന്റെ തലയിലെ ഈ വെളുത്ത കളറിലെ? എന്താ തൈരോ? ലഡുവിന്റെ ആർത്തി മൂത്തുകാണ്ടേ ചിലപ്പോ എന്റെ തലച്ചോറ് പൊട്ടി തെറിച്ചതാവും. പോടാ വിഷ്ണു, നീ അവനെ കളിയാക്കാതെ. ഇതെന്താ തൈര് പോലെ ഇരിക്കുന്നേ? തൈരിച്ച് ഭയങ്കര ഇഷ്ടാ. ടേസ്റ്റ് ചെയ്തോക്കട്ടെ. ഇതിക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടാക്കണാന്ന്. ഇത് കാക്കച്ച് തൂറിയതാ. അതും എടുത്ത് കഴിച്ചോ ഇവന്റെ ഒരു ആക്രാന്ത കണ്ടില്ലേ? അബു, നീയൊന്ന് മേലോട്ട് നോക്ക്. എന്താടാ ഈ മേലെന്ത് കുന്ത്രണ്ടാ? ഇന്റെ ലഡു അല്ലേ കുത്തറും തിന്നണത്? ഒരുത്തങ്ങട്ട കാക്ക കുത്തറും തിന്നുന്നുണ്ടില്ലേ? ഇത് കൊണ്ടടാ എന്റെ ലഡു. അബു, നിന്റെ ലഡു കാക്കക്ക് ഭയങ്കര ഇഷ്ടമായിന്നാ തോന്നുന്നേ. കാക്ക നല്ലോണം ആസ്വദിച്ച് തിന്നുന്നുണ്ട്. ഇയാതൊക്കെ ലഡു തരാൻ എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു കൊല്ലു ഞാൻ. അതിന് കാലുണ്ട് നിന്റെ ലഡു, പോയി എടുത്തോ. എന്നോടല്ലേ ഞാനവിടെ നിൽക്കാൻ പറഞ്ഞത്? മര്യാദക്ക് ലഡു തന്നിട്ട് വയ്ക്കോ. അബു, കാക്ക പേടിച്ച് ലഡു താഴത്തിട്ട്. അങ്ങനെ വയ്ക്കുക. അപ്പൊ എനിക്കിന്റെ പേരൊക്കെ ഉണ്ടല്ലേ. നിനക്കാർക്കെങ്കിലും വേണോ ഈ ലഡു? ഞങ്ങൾക്കൊന്നും വേണ്ടേ. അബു, നീ അതെടുത്ത് കഴിക്കാൻ പോവാണോ? ഇത് തിന്നു വെച്ചിട്ട് പറ്റാ കാക്കച്ചിരിമെന്നൊരു ചെറിയ കഷ്ണല്ലേ എടുത്തിട്ടുള്ളൂ.